ഷാബിൻ വർക്കി, ശ്രീ സന്ദീപ് വാര്യർ, അല്ലെങ്കിൽ ബി എൻ അസ്കർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. വിഷയം അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാണ്. ശ്രീ സന്ദീപ് വാര്യർ അല്പസമയം മുൻപും നമ്മളോട് സംസാരിക്കുകയായിരുന്നു പി വി അൻവർ. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ തൃശ്ശൂരിലെ രാം മന്ദിറിലെ ദത്താത്രേയ ഹോസാബിലെ ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ചയെപ്പറ്റി അദ്ദേഹത്തിന് വിവരമുണ്ടായിരുന്നു എന്നിപ്പോൾ പി വി അൻവറും സ്ഥിരീകരിക്കുകയാണ്. മാത്രമല്ല പാലക്കാട്ടെ RSന്റെ ഏതൊരു പരിപാടിയിൽ പോയി അഭിവാദ്യം ചെയ്ത കാര്യം പി വി അൻവർ പറയുന്നുണ്ട്. തൃശ്ശൂർ പൂരം കലക്കുന്നതിൽ അജിത് കുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചേതോവികാരത്തെക്കുറിച്ചൊക്കെ അൻവർ പറയുന്നുണ്ട്. അൻവറിൻ്റെ ഈ പോരാട്ടം ഏതുവരെ പോകും എന്ന് കരുതണം ശ്രീ സന്ദീപ് വാര്യർ? അൻവർ തുടങ്ങിയിട്ടുള്ള ഈ യുദ്ധം അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സന്ദേഹമുള്ളത്. കാരണം ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നുണ്ട്. ഇന്നലത്തേതുപോലെയല്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൽ സ്വർണ്ണക്കടത്ത് മാഫിയകളുമായി ബന്ധപ്പെട്ട നിരവധി സംഗതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്ത് മാഫിയയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ സോഷ്യൽ മീഡിയ സ്റ്റാറായിട്ടുള്ള ഒരു പഴയ DYFI പ്രവർത്തകൻ, നമുക്കൊക്കെ അറിയുന്ന ഒരാൾ തന്നെയാണ്, അയാളെ 2 ദിവസം ഇൻട്രഗേറ്റ് ചെയ്യുകയും ആ ഇൻട്രഗേഷൻ്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ഒപ്പം കണ്ണൂരിലെ CPM നേതാക്കന്മാരുമായിട്ടും സ്വർണ്ണക്കടത്തുമായിട്ടും ഇയാൾക്കുള്ള ബന്ധം, ഇത് സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇയാളെ വിട്ടയക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിനകത്ത് നിന്ന് തന്നെ കിട്ടുന്ന വിവരം. അപ്പം ഈ വിവരം കാണിച്ച് CPMന്റെ നേതൃത്വത്തെ ഭയപ്പെടുത്താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് നടപടികളൊന്നും ഈ വിഷയത്തിൽ ഇല്ലാതിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ, അത് മാത്രമല്ല പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള ചില കഞ്ചാവ് വേട്ടകൾ, അതോടൊപ്പം ഈ ഹവാല പണം പിടികൂടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ, ഇതിലൊക്കെ വലിയ തോതിലുള്ള ക്രമക്കേട് ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇപ്പൊ അൻവർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ, KT ജലീലും അതുപോലെ തന്നെ കൊടുവള്ളിയിലെ മുൻ MLAയും ഒക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത് സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പുറകിൽ CPMനകത്ത് തന്നെയുള്ള മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമാണെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം പുറത്തു വരണമെങ്കിൽ ന്യായമായിട്ടുള്ളൊരു അന്വേഷണം നടക്കണം. ഇവിടെ ന്യായമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുമെന്ന പ്രതീക്ഷ അത് വളരെ വിദൂരമാണ്. കാരണം ഇന്ന് ആക്ഷേപം ഉന്നയിച്ച അൻവർ തന്നെ പറയുന്നു, സ്പർജൻ കുമാർ അടക്കമുള്ളവർ അന്വേഷിച്ചാൽ ഈ വിഷയത്തിൽ സത്യം പുറത്തു വരില്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയ ശേഷം ഏത് അന്വേഷണം വേണമെന്ന് ഞാൻ പറയില്ല, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പോകുന്നത്? ഇന്ന് അദ്ദേഹത്തിന്റെ ടോൺ മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും CPMനകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണ കൂടി അൻവറിനുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ കാർപ്പറ്റിനടിയിലേക്ക് മൂടാനാണ് എല്ലാവർക്കും താല്പര്യം. കാരണം ഇതെല്ലാം പുറത്തേക്ക് വന്നാൽ തല ഉരുളാൻ പോകുന്നത് ഈ 2 കൂട്ടരുടെയുമായിരിക്കും, 2 വിഭാഗത്തിലെ ആളുകളുടേതുമായിരിക്കും. ഒപ്പം ആക്ഷേപം ഉന്നയിച്ചവരും ആക്ഷേപത്തിൽ പ്രതിയേർക്കപ്പെട്ടവരും അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവരും ഒക്കെ ഈ സർക്കാരിനെതിരായിട്ടുള്ള തെളിവുകൾ കൈവശം വെച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ബാർഗെയിൻ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള ആക്ഷേപം വന്നിട്ടും സംസ്ഥാനത്ത് ഇതിപ്പോ കെ സുരേന്ദ്രൻ പറഞ്ഞതല്ല, അബിൻ വർക്കിയുടെ പാർട്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത്, ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പോലും പറഞ്ഞതല്ല. എന്ന് പറഞ്ഞാൽ പോലീസിലെ ഈ മോശം പ്രവണതകളെ പറ്റി പറയുകയും അതിന് കള്ളക്കേസ് നേരിടേണ്ട ഒക്കെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഗുരുതരമായി നോക്കൂ ശ്രീ സന്ദീപ് വാര്യർ, ദുബായിലെ മാർക്കറ്റിൽ ഒരു മലയാളി കടത്താൻ വേണ്ടി ഒരു സ്വർണം വാങ്ങിയാൽ അജിത് കുമാറിന്റെ കാതിലേക്ക് എത്താനുള്ള പ്രത്യേക സംവിധാനമുള്ള വലിയ റാക്കറ്റ് എന്ന് പറയുകയാണ്. അവിടുന്ന് കസ്റ്റംസ് കണ്ണടച്ച് വിടുന്നു. അതിനുശേഷം അപ്പോൾ കരിയർ വിചാരിക്കും, എന്നാൽ കഴിച്ചിലായെന്ന് വിചാരിക്കും. അതിനുശേഷം ആ കരിയർ അതുമായി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അത് പുറത്തു വരുമ്പോൾ സുജിത് ദാസ് അല്ലെങ്കിൽ പോലീസ് സംഘം പോയി പൊട്ടിക്കുന്നു, പിടിക്കുന്നു, അത് ഉരുക്കുന്നു, പകുതി കൊടുക്കുന്നു, പകുതി എടുക്കുന്നു എന്നൊക്കെയുള്ള അതിഗുരുതര ആരോപണമല്ലേ? ഇപ്പം പി വി അൻവർ അതിൻ്റെ മുഖ്യ കാർമ്മികനായി വെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല DGP ആണ്. സന്ദീപ് വാര്യർ, BJPക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? നമ്മുടെ ADGP MR അജിത് കുമാർ അത്രത്തോളം കുറ്റവാളിയാണെന്നൊരു നിലപാട് BJPക്ക് ഉണ്ടോ സന്ദീപ് വാര്യർ? MR അജിത് കുമാറിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ MLA ആണല്ലോ. അന്വേഷണം നടത്തേണ്ടത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്. ആ അന്വേഷണം നടത്താതെ ഗവൺമെന്റ് എന്തിനാണ് ഒളിച്ചു കളിക്കുന്നത്? അല്ലെങ്കിൽ അന്വേഷണത്തെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഉണ്ടായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയെങ്കിലും ഈ വിവാദം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ ഇവർ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 കൂട്ടരും, ഇപ്പൊ അജിത് കുമാർ ആണെങ്കിലും അൻവർ ആണെങ്കിലും, 2 കൂട്ടർക്കും ഈ സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള, സർക്കാരിനെ വരുതിക്ക് നിർത്താനുള്ള എന്തൊക്കെയോ 2 കൂട്ടരെയും കൈവശമുണ്ട്. ഇതാണ് സർക്കാരിനെ ഭയപ്പെടുന്നത്. മാത്രമല്ല CPMലെ തന്നെ ഒരു വിഭാഗത്തിന് ഈ പ്രശ്നങ്ങൾ താല്പര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കാനുള്ള കാരണം RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസാബിലെ തൃശ്ശൂരിൽ പോയി കാണാനും മാത്രം MR അജിത് കുമാർ RSS ബന്ധം എന്തിനാണ് സന്ദീപ്? അല്ല, RSSന്റെ നേതൃത്വത്തെ
ഈ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന നിരവധി ആളുകൾ കാണാറുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, സേനാ വിഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ കാണാറുണ്ട്. അതിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് നിശ്ചയമൊന്നുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിവുമില്ല. ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഇടതുപക്ഷ MLA ആണ്. അദ്ദേഹം അത് ചോദിക്കേണ്ടത് പിണറായി വിജയനോടാണ്. അദ്ദേഹമാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലുള്ള പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല, പി വി അൻവർ പറഞ്ഞല്ല, അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ല, പി വി അൻവർ പറഞ്ഞത് പാലക്കാടുള്ള RSSന്റെ പരിപാടിയിൽ പോയി അഭിവാദ്യം അർപ്പിച്ച കാര്യമാണ് പി വി അൻവർ പറഞ്ഞതെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പാലക്കാട് കണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, പാലക്കാട് കണ്ടാലും പി വി അൻവർ പറയുന്നു. തൃശ്ശൂർ കണ്ട കാര്യം പ്രതിപക്ഷ നേതാവ് പറയും. അൻവർ ആണെങ്കിലും അല്ല, അൻവർ ആണെങ്കിലും ഇനി പ്രതിപക്ഷ നേതാവാണെങ്കിലും ഇക്കാര്യം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. ഞങ്ങളുടെ RSSന്റെ നേതൃത്വത്തെ കാണാൻ വേണ്ടി കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ചലച്ചിത്ര മേഖലയിലെ ആളുകൾ വന്നിട്ടുണ്ട്, സാമൂഹിക സാംസ്കാരികങ്ങളിലെ ആളുകൾ വരാറുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ വരാറുണ്ട്. RSS ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയല്ലേ. നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, നിങ്ങൾക്ക് RSSനോട് എതിർപ്പുണ്ടാകാം, അതിന്റെ അത്യശാസ്ത്രത്തോട് എതിർപ്പുണ്ടാകും. പക്ഷേ RSS എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയല്ലേ. ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് ചലിക്കണമെന്ന് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു സംഘടനയല്ലേ. ആ സംഘടനയുടെ നേതൃത്വത്തെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളല്ല മറുപടി പറയേണ്ടത്. അങ്ങനെ എതിർപ്പുള്ളവർ മറുപടി പറയട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞ അതിന് മറുപടി പറയേണ്ടത് സന്ദീപ് വാര്യർ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതിന് മറുപടി പറയേണ്ടത് അജിത് കുമാർ തന്നെയാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ ചാടിക്കയറി അഭിപ്രായം പറയുകയാണ്, അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് കെ സുരേന്ദ്രൻ അതിൽ പക്ഷം പിടിക്കുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ? അല്ല, സ്വാഭാവികമായിട്ട് ആരോപണം ഉന്നയിച്ചവരോ തെളിവ് കൊണ്ടുവരട്ടെ എന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മറ്റെന്താ പറയാൻ സാധിക്കുന്നത്? അല്ല, കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെയല്ല കൊണ്ടുവരണം. മറുപടി പറയേണ്ടത് അതാണല്ലോ അദ്ദേഹം ചോദിച്ചത്. അല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ RSS നേതൃത്വത്തെ ആർക്കും പോയി കാണാം, അതിന് പ്രത്യേക ബാരിയേഴ്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെയല്ല. അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവാ എന്നാ അങ്ങയുടെ അധ്യക്ഷൻ പറഞ്ഞത്. അല്ല, അത് തന്നെ ഞങ്ങളും പറയുന്നത്, തെളിവ് കൊണ്ടുവരട്ടെന്നേ. ഈ ആക്ഷേപം ഉന്നയിച്ചത് VD സതീശനും അൻവറും, ആക്ഷേപത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി. ഞങ്ങൾ എന്തിനാണ് അതിൽ മറുപടി പറയേണ്ടത്? ഞാൻ ഇക്കാര്യം പറയുന്നത് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ആക്ഷേപം ഉന്നയിച്ചവർ തെളിവ് കൊണ്ടുവരണം, ഞങ്ങൾക്ക് അതിൽ ബാധ്യതയൊന്നുമില്ല. ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞത്, RSSന്റെ നേതൃത്വത്തെ കാണാൻ ആർക്കും അവകാശമുണ്ട്. അങ്ങനെ പലരും വരാറുണ്ട് പല കാലഘട്ടത്തിൽ. ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഒരു അറിവുമില്ല, ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ കണ്ടിട്ടുണ്ട് സംബന്ധിച്ച് ഒരു അറിവും എനിക്ക് എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. ഈ വിഷയത്തിൽ എന്തായാലും ആക്ഷേപം ഉന്നയിച്ചവർ ഇതിന് തെളിവുമായി പുറത്തു വരട്ടെ. ശരി. ഷബിൻ വർക്കി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്ന കാലയളവ് എന്ന് പറയുന്നത് കരുവന്നൂർ കത്തിപ്പിടിച്ച് നിൽക്കുന്ന കാലയളവാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFI അന്വേഷണം തുടങ്ങി. അത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ടൈംസ് എന്ന് പറഞ്ഞാൽ SFI ഇങ്ങനെ എന്താണ് ഇങ്ങനെ അന്വേഷണം പച്ചപിടിച്ചു വരുന്നൊരു സമയമാണ്. ആ സമയത്ത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ദത്താത്രേയ ഹോസാബലയെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോയി കണ്ടു. ഇപ്പോൾ ഞാൻ PV അൻവറിനോട് അല്പസമയം മുമ്പ് ചോദിക്കുകയായിരുന്നു. അൻവറിനോട് അതിൻ്റെ രാഷ്ട്രീയ ഭാഗം ചോദിച്ചില്ലെങ്കിൽ കൂടിയും ദത്താത്രേയ ഹോസാബലയെ പോയി കണ്ട കാര്യം അൻവറിനും ആരോ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏതോ ഉദ്യോഗസ്ഥ ലെവലിൽ ആരോ മെസ്സേജ് അയച്ച കാര്യം അൻവറും പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കൃത്യം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കുന്ന ആരോപണമാണോ ഷബിൻ വർക്കി? അത് ഗുരുതര ആരോപണമാണ്. ഹാഷ്മി, ഇപ്പോൾ BJPയുടെ പ്രതിനിധിക്കും ആ കാര്യത്തിൽ തികച്ചും കൃത്യമായൊരു മറുപടി പറയാനില്ല. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സമയം വരെയായിട്ടും അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ അതിലും വലിയ തെളിവ് വേറെ വല്ലതുമുണ്ടോ? ഇല്ലെങ്കിൽ ഇവർ നിഷേധിക്കട്ടെ. നിഷേധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും പറയാം. ഇതിനകത്ത് പ്രശ്നം അല്ല, അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെങ്കിലും മറുപടി കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്, കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷൻ. അല്ല, തീർച്ചയായിട്ടും. അതായത് ശ്രീ പിണറായി വിജയൻ പറയട്ടെ, നിഷേധിക്കട്ടെ. ശ്രീ പിണറായി വിജയൻ നിഷേധിച്ച് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, എൻ്റെ അറിവിൽ ശ്രീ MR അജിത് കുമാർ പോയിട്ടില്ല എന്ന് MR അജിത് കുമാറും ശ്രീ പിണറായി വിജയനും പറയട്ടെ. അതിനുശേഷം ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞോളാം. ഞങ്ങൾ വെറുതെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നുവെന്ന് മെയ് 20 എന്ന് പറയുന്ന ഡേറ്റ് വെച്ച് കൃത്യം സ്ഥലം വിദ്യാമന്ദിർ തൃശ്ശൂരിൽ വെച്ച് ഹൊസബല്ലയെ ദത്താത്രേയ ഹൊസബല്ല എന്ന് പറയുന്ന RSS ജനറൽ സെക്രട്ടറിയെ ഹയാത്ത് ഹോട്ടലിൽ ADGP MR അജിത് കുമാർ തൻ്റെ ഔദ്യോഗിക വാഹനം അവിടെ ഇട്ട് മറ്റൊരു വാഹനത്തിൽ കയറിപ്പോയി കണ്ടുവെന്ന് വെറുതെ ഒരു നാട്ടിൽ പ്രതിപക്ഷ നേതാവ് രാവിലെ വന്നങ്ങ് പറയുമെന്ന് അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കാമോ ഹാഷ്മി? ഇത്രയധികം കൃത്യമായിട്ടല്ലേ പറഞ്ഞ്. ബാക്കി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ADGP നിഷേധിച്ച് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ ഞങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഇപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണ് ഹാഷ്മി?
ഇതിനകത്ത് പ്രശ്നം ഇപ്പോൾ ഈ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 112 ദിവസം ജയിലിൽ കിടന്നതാണ്, നമുക്കാർക്കും സംശയമില്ല. ഇപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെയും സംശയത്തിൻ്റെ നിഴലിലും അന്വേഷണത്തിലും നിൽക്കുന്ന ഒരു സംഗതിയാണ്. ആ ഒരു കേസിൻ്റെ അനുബന്ധമായിട്ട് വേണം ശ്രീ PV അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് P ശശിക്കും MR അജിത് കുമാറിനും വലിയ ബന്ധങ്ങളുണ്ടെന്നും അവരാണ്, സുജിത് ദാസ് അടക്കമുള്ള ഗ്യാങ് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇപ്പോൾ ADGP, പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രി തന്നെ അറിയാതെ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുമെന്ന് നമുക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഹാഷ്മി? ഇനി അല്ലെങ്കിൽ അൻവർ സംസാരിക്കുകയായിരുന്നു. അല്പസമയം മുമ്പ് PV അൻവർ പറയുകയാണ് മുഖ്യമന്ത്രി അറിയുന്നില്ല, മുഖ്യമന്ത്രിയെ ഇരുട്ടിൽ കണ്ണുകെട്ടി നിർത്തി മറ്റൊരു സംഘം, പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള മറ്റൊരു സംഘം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരു വാക്കിത് അറിഞ്ഞിരുന്നെങ്കിൽ തടയാനുള്ള നടപടി ചെയ്യുമായിരുന്നു മുഖ്യമന്ത്രി എന്ന് അൻവർ എന്ന കാവട്യം പറയുന്നതല്ല. അൻവർ അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിച്ച് പറയലാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ അബിൻ വർക്കി? അതായത് ഹാഷ്മി, ശ്രീ PV അൻവർ പറയുന്നതിന് വാദത്തിന് വേണ്ടി ശരിവെച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കോൺട്രാഡിക്ടറിയാണ്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് നടക്കുന്നത് ഏതാണ്ട് 2019-20 സമയത്താണ്. ആ സമയത്താണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മറ്റൊരു വ്യക്തി സ്ത്രീയുമായി ചേർന്ന് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് 112 ദിവസം അതിൻ്റെ അനുബന്ധമായി ജയിലിൽ കിടന്ന സംഭവം ഉണ്ടായത്. അപ്പോൾ ആ 112 ദിവസം ജയിലിൽ കിടന്നപ്പോൾ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി വിശ്വസ്തനായ ശിവശങ്കരൻ ജയിലിൽ കിടന്നിട്ടും മുഖ്യമന്ത്രി ഈ വിവരം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു മുഖ്യനായ മന്ത്രിയാണോ, ഒരു മുക്കുന്ന മന്ത്രിയാണോ ഉള്ളതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം തോന്നില്ലേ ഹാഷ്മി? അതിനുശേഷമാണ് P ശശി അവിടെ വരുന്നത്. അപ്പോൾ P ശശി വന്നും ADGP MR അജിത് കുമാറിനെ വെച്ചും ആ സ്വർണ്ണക്കള്ളക്കടത്ത് തുടരുകയാണ് എന്ന് പറയുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നിഷ്കളങ്കരായ ജനം അതങ്ങ് വിശ്വസിക്കുമെന്നാണോ ഇവരൊക്കെ കരുതുന്നത്? വളരെ വ്യക്തമാണ് ഹാഷ്മി. അല്ലെങ്കിൽ ഇനി ഈ CPM-ന്റെ ആളുകൾ പറയുന്നതൊക്കെ വിശ്വസിക്കാമെങ്കിൽ PV അൻവറിനെതിരെ നടപടി എടുക്കട്ടെ. PV അൻവർ LDF-ൽ ഇല്ല എന്ന് പറയട്ടെ. PV അൻവർ പറഞ്ഞത് തെറ്റാണെന്ന് പറയട്ടെ. അതല്ലേ ഇതിൽ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി LDF ഇന്ന് കാണിക്കേണ്ട മാന്യത, CPM കാണിക്കേണ്ട മാന്യത. അത് ഈ നിമിഷം വരെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഹാഷ്മി, ഒരാഴ്ചയായി കേരളത്തിലെ CPM-ന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പോലും വന്ന് നിഷേധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത്. അപ്പോഴാണ് ഈ പൂരം കലക്കിയ കേസ് വരുന്നത്. പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ് എന്ന് ഞങ്ങളാണോ പറഞ്ഞ ഹാഷ്മി? ഞങ്ങൾ ശ്രീ K മുരളീധരൻ ആദ്യമേ ഇത് പറഞ്ഞു. പക്ഷെ അതിന് അടിവരയിടുന്നത് ആരാണ്? PV അൻവർ, ഭരണപക്ഷ MLA പറഞ്ഞു പൂരം കലക്കിയത് BJPക്ക് വേണ്ടി. അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽ കുമാർ പറയുന്നത് പൂരം കലങ്ങിയതല്ല, കലക്കിയതാണ് BJPക്ക് വേണ്ടി, പോലീസാണ് കലക്കിയത്, പോലീസ് അവിടെ അഴിഞ്ഞാടുകയായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഇന്ന് ശ്രീ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണത്തിന് പ്രസക്തിയേറുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി RSS മേധാവിയെ കാണാൻ ADGP-യെ പറഞ്ഞു വിട്ടത്? എന്തിനാണ് 1 മണിക്കൂർ നേരം RSS മേധാവിയുമായി ADGP അജിത് കുമാർ ഒരൗദ്യോഗിക കാര്യവുമില്ലാതെ ഈ കേരളത്തിന്റെ ഏതെങ്കിലും ADGP-മാരും DGP-മാരും RSS മേധാവികൾ വരുമ്പോ ചർച്ച നടത്തുന്നത്? ആഷ്മി, ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് ഗവർണറും ADGP-യും രണ്ടല്ലേ ഹാഷ്മി? ADGP ലോ ആൻഡ് ഓർഡർ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, ഇവിടെ RSS മേധാവിയുമായി ചർച്ച നടത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഇന്റലിജൻസ് ഉള്ള മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആഭ്യന്തര വകുപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. വളരെ കൃത്യമാണ് ഹാഷ്മി, ഇതിൽ പുകമറയൊന്നും സൃഷ്ടിക്കാനില്ല. പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് ADGP അജിത് കുമാറിനെ RSS മേധാവിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വിട്ടതാണ്. എന്താണ് അതിൽ കോംപ്രമൈസ് നടന്നിരിക്കുന്നത്? സ്വർണ്ണക്കള്ളക്കടത്താണോ? മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസാണോ? കരുവന്നൂരാണോ? ഇതിന്റെയൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കിയാണോ ഈ പൂരം കലക്കി അവിടെ BJPക്ക് താമര വിരിയാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇതേവരെ വായ തുറന്നതിനകത്ത് പറഞ്ഞിട്ടില്ല. എല്ലാത്തിലും പ്രതികരിക്കണ ഗോവിന്ദമാഷ് എവിടെ പോയി ഹാഷ്മി? എല്ലാത്തിലും പ്രതികരിക്കുന്ന ഗോവിന്ദമാഷ് എവിടെ പോയി? മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാ. ഒന്ന്, മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ വലിയ പടപ്പുറപ്പാടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഗോവിന്ദമാഷാണ്. ആ ഗോവിന്ദമാഷിന്റെ വലിയ സംഘം, ആ സംഘത്തിന്റെ പിൻബലത്തോടെ അല്ലാതെ അൻവറിന് പ്രതികരിക്കാൻ പറ്റില്ല. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക ഹാഷ്മി, നമ്മൾ കഴിഞ്ഞ ഒരു 10-25 കൊല്ലത്തിനുള്ളിൽ
സഖാവ് പിണറായി വിജയനെ ആരെങ്കിലും ഇങ്ങനെ പൊങ്കാലയിട്ട് തൂക്കിയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്നും അൻവർ എന്നാ പറഞ്ഞേ? പിണറായി വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതാണോ? ഇവിടെ പാർട്ടി തീരുമാനിച്ചല്ലേ മുഖ്യമന്ത്രി ആയതെന്നൊക്കെ പിണറായി വിജയൻ, ഏത് പിണറായി വിജയൻ? ഡബിൾ ചെങ്കൻ, ഇരട്ടച്ചങ്കൻ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരന്റെ ദൈവമായ പിണറായി വിജയനെ വഴികിടെ പോണ ഒരു അൻവർ ഇവിടെ തൂക്കിയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഹാഷ്മി, അതിൽ നിന്ന് സാമാന്യ ബോധമുള്ള മലയാളി വിശ്വസിക്കേണ്ടത് എന്താ? കൃത്യമായി പാർട്ടിയുടെ ഉള്ളിൽ നിന്നുള്ള പിന്തുണയുണ്ട് അൻവറിന്. ശരി. അല്പസമയം മുൻപ് നമ്മൾ അൻവറിനോട് സംസാരിക്കുമ്പോൾ പിണറായി വിജയനൊന്നും അറിയുന്നില്ല. പിണറായി വിജയനോട് അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ പിതൃതുല്യ വാത്സല്യത്തിന്റെ കാര്യവും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. പോട്ടെ. ശ്രീ അസ്കർ, അബിൻവർക്ക് പറഞ്ഞതിനേക്കാൾ രൂക്ഷമായി, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാൾ രൂക്ഷമായി പറയുന്നത് ഒരു ഭരണപക്ഷ MLA ആണ്. PV അൻവർ MLA പറയുകയാണ്, ഈ പറയുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി സമ്പൂർണ്ണ പരാജയമാണ്, പാർട്ടി നിയോഗിച്ച ആളാണ്, അടിത്തട്ടിലെ സഖാക്കൾ അടക്കം നേരിടുന്ന കൂമ്പിനടിയെക്കുറിച്ച് ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പ് വിവരം ഇദ്ദേഹം അറിയുന്നില്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ അൻവർ നമ്മളോട് പറയുന്നത് മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല, മുഖ്യമന്ത്രിയെ ഒരു വലിയ ബാരിയർ കെട്ടി നിർത്തി ഇരുട്ടുമറക്കിപ്പുറം നിന്ന് ഈ ഗുപ്തസംഘം, ഈ ഗൂഢസംഘം ഈ പറയുന്ന കൊടും ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാട്ടുകയാണ്, മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഇടപെടൽ ഉറപ്പായും ഉണ്ടായേനെ, അതുകൊണ്ട് നിവൃത്തികേട് കൊണ്ടാണ് ഇത് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നത്. പറയുന്നത് ഭരണപക്ഷ MLA ആണ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇത്രത്തോളം ആ വകുപ്പിനെ നോക്കാൻ കഴിവില്ലെങ്കിൽ ആ വകുപ്പെങ്കിലും ഒഴിഞ്ഞിറങ്ങണ്ടേ ശ്രീമാൻ പിണറായി വിജയൻ? അഡ്വക്കേറ്റ് BN അസ്കർ. ഹഷ്മി, എനിക്കൊരു ഇക്കാര്യത്തിൽ ഒരു വലിയ സന്തോഷമുണ്ട്. ഇന്നലെ വരെ നിങ്ങൾ മാധ്യമങ്ങളും വിമർശകരും ശ്രീ PV അൻവറിനെ ഒരു ഹിസ്റ്ററി ഷീറ്ററായിട്ടും പ്രകൃതിയെ കാർന്നു നിൽക്കുന്ന പാരിസ്ഥിതിക വിരുദ്ധനായിട്ടും ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്നിപ്പോ അദ്ദേഹം ഒരു അഴിമതിക്കെതിരെ കുരിശുദ്ധം നയിക്കുന്ന നേതാവായി നിങ്ങൾ അംഗീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന്റെ രീതിയെ സംബന്ധിച്ച് പലപ്പോഴും എന്നെപ്പോലുള്ള ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ആ രീതിയല്ല കമ്മ്യൂണിസ്റ്റ് രീതി. അദ്ദേഹം മാധ്യമങ്ങളോടായിരുന്നില്ല പറയേണ്ടിയിരുന്നത്, പാർലമെന്ററി പാർട്ടിയിലോ പാർട്ടിയുടെ സംസ്ഥാന പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയോടോ അതിനുശേഷം അതല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടിയിരുന്നത് എന്നുള്ളിടത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് രീതിയിലേക്ക് അദ്ദേഹം വന്നു എന്നുള്ളത് ഏറ്റവും മികച്ച കാര്യമായി ഞാൻ കരുതുന്നു. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് വലിയ ഗൌരവതരവും രാഷ്ട്രീയവും സാമൂഹികവുമായിട്ട് പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണെന്നിരിക്കെ അത് അന്വേഷിക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട് എന്നുള്ളതും സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളതുകൊണ്ടും പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ഗൌരവതരത്തിൽ തന്നെ ഇക്കാര്യം എടുക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഗൌരവതരമായി എടുത്തു എന്നുള്ളത് കൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതും. അപ്പോ ഇവിടെ പാർട്ടിയും ഗവൺമെന്റും ഇക്കാര്യത്തിൽ വളരെ സത്വരമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ CPM സംസ്ഥാന സമിതി അംഗം P ശശിയുടെ ഒരു നേതൃത്വത്തിൽ ഒരു കുറ്റവാളി സംഘം ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നു എന്നത് പാർട്ടി അംഗീകരിക്കുന്നു. ശ്രീ അസ്കർ, അങ്ങനല്ലേ? അങ്ങനെയല്ല അത് കാണേണ്ടത്. അത്തരത്തിലൊരു ആരോപണം വന്നാൽ അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ, പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ ഒരു പേര് പോലും വെക്കാതെ ഒരു പരാതി അയച്ചാൽ ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി അന്വേഷണത്തിന്റെ നിജസ്ഥിതി ഉണ്ടെങ്കിൽ ആ സഖാവിനെതിരെ നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. അതാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി, അതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. അത്തരത്തിൽ നടപടിയെടുത്ത ചരിത്ര സംഭവങ്ങൾ എത്രയോ പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പൊ അതുപോലൊരു ആരോപണം ഉന്നയിക്കുകയല്ല സഖാവ് PV അൻവർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം വളരെ കൃത്യമായി ഇത്തരം നിലപാടുകൾ എഴുതി പാർട്ടി സെക്രട്ടറിക്കും അതുപോലെ തന്നെ ഗവൺമെന്റിനും നൽകിയിട്ടുണ്ട്. ആ ആരോപണങ്ങളെ സംബന്ധിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോ ആ ആരോപണങ്ങൾ കടമ്പുണ്ടോ, ആ ആരോപണങ്ങൾ വസ്തുതാപരമാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള ബാധ്യത ആ ഉത്തരവാദിത്വം താങ്കൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലായിട്ട് പറയുന്ന ആണോ എന്നറിയില്ല. അൻവർ ഉന്നയിക്കുന്നത് ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് പാർട്ടി കൊണ്ടെത്തിയിരിക്കുന്ന P ശശി, ഈ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദത്താത്രേയ ഹോസ്പിറ്റലെ കാണാൻ 1 മണിക്കൂർ കാണാൻ ഓടിപ്പോകുന്ന അജിത് കുമാറും ഈ P ശശിയും ചേർന്ന് അവിടെ അധമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്, മുഖ്യമന്ത്രി ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിക്കൊണ്ട് എന്ന് പറയുന്ന CPMന്റെ ഒരു സംസ്ഥാന സമിതി അംഗത്തെക്കുറിച്ചാണ് ശ്രീ BN അസ്കർ. സംസ്ഥാന സമിതി അംഗം ഈ പറയുന്ന കുറ്റവാളി കൂട്ടവുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയാണെന്ന് പരോക്ഷമായി പറയുകയാണ് അൻവർ. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് അത് പരിശോധിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അൻവർ ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങൾ പാർട്ടി 100% അംഗീകരിക്കുന്നു എന്നല്ലേ അർത്ഥം? അങ്ങനെയല്ല. അങ്ങ് നാളെ ഒരു പരാതി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ചു നോക്കൂ. അങ്ങ് പാർട്ടി സെക്രട്ടറി പരിശോധിക്കുമോ? വിമർശകനായിട്ടാണ് പാർട്ടി എപ്പോഴും, അല്ലെങ്കിൽ അങ്ങ് സമൂഹത്തിൽ എപ്പോഴും ഉയർത്തി കാണിക്കുന്നത്. അപ്പോ അങ്ങ് പാർട്ടിക്ക് ഒരു പരാതി നാളെ അയച്ചു നോക്കൂ.
അങ്ങക്ക് ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങ് ആ പരാതി അയച്ചു നോക്കൂ. ആ പരാതിയിൽ പാർട്ടി അന്വേഷിക്കും, പാർട്ടിക്ക് ചർച്ച ചെയ്യും. അത് പാർട്ടിയുടെ രീതിയാണെന്നേ. ഇപ്പൊ ആരെക്കുറിച്ച് ഏത് പരാതി വന്നാൽ അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കുന്നതാണ് പാർട്ടിയുടെ രീതി. അങ്ങനെ അന്വേഷിച്ച ചരിത്രമുള്ള പാർട്ടിയാണ് CPIM. അപ്പൊ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം CPIMനുണ്ടെന്നേ. അതുകൊണ്ട് അന്വേഷിക്കും, ഒരു സംശയം വേണ്ട. ഇപ്പൊ P. ശശിയെ സംബന്ധിച്ച് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ അതല്ലെങ്കിൽ CPIMന്റെ ഘടകങ്ങൾക്ക് മുകളിലല്ലോ. അതുകൊണ്ടല്ലോ ഇന്ന് അൻവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അൻവർ എന്താ പറഞ്ഞത്? അൻവർ പാർട്ടിക്കാരനല്ല സാർ, പറയുന്നത് പാർട്ടി തീരുമാനിച്ചിട്ടുള്ള പോസ്റ്റാണ്. അല്ല, പാർട്ടിക്കാരനാവണല്ലോ. കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ പോലീസ് സംവിധാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയും വണ്ണം വെറുപ്പിച്ചു. ആ വെറുപ്പിച്ചതിന് നേതൃത്വം നൽകിയത് ADGP MR അജിത് കുമാറാണ്. MR അജിത് കുമാറിന്റെ തൊട്ടുമുകളിലിരിക്കുന്ന ആൾ CPMന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ്. എന്ന് പറഞ്ഞാൽ P. ശശി CPMനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞത് എന്ന് പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ, പാർട്ടിയുടെ MLA വന്ന് രഹസ്യമായി കൊണ്ട് മുഖ്യമന്ത്രിക്കോ MP ഗോവിന്ദന് കത്ത് കൊടുക്കലല്ല. അദ്ദേഹം 3 ദിവസം അടുപ്പിച്ച് വാർത്താ സമ്മേളനം നടത്തി തെളിവടക്കം പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പരസ്യമായി പറഞ്ഞു. തെറ്റാണെന്നൊരു വാക്ക് ഇപ്പോൾ ഹസ്കർ വന്ന് പറഞ്ഞു. ശരിയാണ്, ഹസ്കർ വന്ന് ഇത് പാർട്ടി രീതിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണെന്നൊരു വാക്ക് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട CPM സംസ്ഥാന നേതാവ് പറഞ്ഞോ? ശ്രീ ഹസ്കർ പറഞ്ഞില്ല. പറയാനും മാത്രം ദുർബലാവസ്ഥയിൽ പാർട്ടിയായി എന്ന് കരുതണ്ടേ? അല്ല, ആഷ്മി, ഇതിൽ കാണേണ്ടത് പാർട്ടി ഒരു ആഭ്യന്തര പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമമാണിത്. പാർട്ടിക്ക് ഒരു ആഭ്യന്തര പ്രതിസന്ധിയില്ല കാര്യത്തിൽ. പാർട്ടിയുടെ രീതി എന്ന് പറയുന്നത് പാർട്ടി കാര്യത്തെ സംബന്ധിച്ച് ഇത്തരം ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വന്നിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ എതിരെ വന്നിട്ടുള്ളത് വളരെ ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ്. ഈ 2 ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളും പഠിക്കുക, അന്വേഷിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനു മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പുറത്തു പറയുക എന്നുള്ളത് പാർട്ടിയുടെ രീതിയല്ല. അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പാർട്ടി ഒരു കൺസെൻസസിൽ എത്തുകയും അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും ചെയ്തതിനു ശേഷം ഒരുപക്ഷെ ഇനിയിപ്പോ ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ട് തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്ന് പാർട്ടിക്ക് തോന്നിയാൽ ആ തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ ബാധ്യസ്ഥമാവില്ല. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഡോക്ടർ KT ജലീലും രഹസ്യമായി കൊണ്ട് പരാതി കൊടുക്കുകയല്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുകയാണ്, ഒരിറ്റ് ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖ്മാർ എന്ന് പറഞ്ഞാൽ ഈ RSSന്റെ ഭാഷയിൽ പ്രമുഖ് എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സ് എഴുതുന്നുണ്ട്. പോലീസ് പ്രമുഖുമാർ തൽസ്ഥാനങ്ങളിൽ നിന്ന് തൂത്തെറിയപ്പെടും. ഇങ്ങനെ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിയോടെ മാന്തി പുറത്തിടും. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കൾ ഏത് കടലിൽ മുക്കിത്താഴ്ത്തിയാലും കണ്ടെത്തും. സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അല്പസമയം മുമ്പ് സന്ദീപ് വാര്യരും അബിൻ വർക്കിയും ശരിവെക്കുന്ന കാര്യം പറയുകയാണ് ഇവിടെ ശ്രീ KT ജലീൽ MLA. അല്ല, ശ്രീ KT ജലീലും ഇക്കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹവും അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്നു, പോലീസിലെ ഇത്തരം പ്രമുഖന്മാരെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമുക്കിത് നേരത്തെ ആദ്യമായി പൊതുമധ്യത്തിൽ കേരളത്തിൽ കേട്ടു തുടങ്ങിയത് ആനി രാജ കേരള പോലീസിൽ RSSന്റെ സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്ന് പറഞ്ഞത് തുടങ്ങിയ കാലഘട്ടം മുതലാണ്. സ്വാഭാവികമായി അത് നമുക്ക് പല ഘട്ടങ്ങളിൽ ചരിത്രപരമായി തന്നെ നാം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏക പ്രശ്നം എന്ന് പറയുന്നത് പോട്ടെ, CPM അല്ല, CPIയുടെ നിലപാട് എന്താണ്? അന്ന് കാനം രാജേന്ദ്രൻ എന്താണ് അതിന് പ്രതികരണം പറഞ്ഞത്? ആനി രാജയെ വളഞ്ഞിട്ട് വേട്ടയാടി എല്ലാവരും അല്ലേ? അപ്പോ അതിന് കാലങ്ങൾക്ക് വർഷങ്ങൾക്കിപ്പുറം അൻവർ പറയുമ്പോൾ ഓക്കെ, അന്ന് ആനി രാജ പറയുമ്പോൾ അത് ഓക്കെ അല്ല. അതെങ്ങനെയാണെന്ന് ശരിയാവും? അവിടെയാണല്ലോ സംശയം ഉണ്ടാവുന്നത്. എന്താണ് ഇതിന്റെ ഒക്കെ ഈ പ്ലോട്ടിന്റെ ലക്ഷ്യം എന്ന കാര്യം ശ്രീ ഹസ്കർ? അങ്ങനല്ല, ഇതൊരു തുടർ ചർച്ചയാവേണ്ടതും ഇതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുള്ളത്, പോലീസ് സേനയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ഒരു യൂണിഫോംഡ് ഫോഴ്സിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അച്ചടക്കം വെച്ചുകൊണ്ട് അവർക്ക് വന്ന് വിശദീകരിക്കുന്നതിനുള്ള സൗകര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പോൾ ശ്രീ MR അജിത്തിനെ കുറിച്ച് ഇത്തരം ഒരു ആരോപണങ്ങൾ ശ്രീ PV അൻവർ ഉന്നയിച്ചു. അദ്ദേഹത്തിന് നാളെ പത്രസമ്മേളനം നടത്തിയിട്ട് ഇതൊന്നും അല്ല ശരി എന്ന് പറയാൻ കഴിയുമോ? അതാണോ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക? അദ്ദേഹത്തിന് തന്റെ മേലധികാരികളോട് പറയുക എന്നുള്ളതിനപ്പുറം മാധ്യമങ്ങളുമായി സംവദിക്കുന്നതിന്റെ പരിമിതികളുള്ളത്. ആ പരിമിതി കൂടി നാം മനസ്സിലാക്കണം. നമുക്ക് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏത് ഘട്ടത്തിലും എവിടെയും ഇരുന്ന് ആർക്കുമെതിരെ എന്തും വിളിച്ചു പറയാം. പക്ഷെ പോലീസ് സേനയിലെ ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ പറയാനാവില്ല. അത് അച്ചടക്കത്തിന്റെ കൂടി പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് അടുത്തു മാത്രമേ
ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുകയുള്ളൂ. Okay, ആ okay. വിശദീകരണം ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ വരാറുമില്ല. അതുകൊണ്ട് അവർക്ക് പറയേണ്ടത് കേൾക്കാൻ പോലും ഒരുപക്ഷെ മാധ്യമങ്ങളോ പൊതുസമൂഹമോ കാതോർക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ആ വസ്തുത കൂടി നാം പരിശോധിക്കും. ഓക്കെ ശ്രീ പൊതുപ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാകുന്ന വിഷയം അങ്ങനെയാണ് നാം കാണേണ്ടത്. സന്ദീപ് വാര്യർ, പക്ഷേ അതിനിടയിൽ നമ്മുടെ മന്ത്രി GR അനിലിനോട് ഒരു പോലീസുകാരൻ വിളിച്ച് സംസാരിച്ച വൃത്തികെട്ട വാക്കുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അന്ന് ഭാസ്കർ ചർച്ചയ്ക്ക് ഉണ്ടായെന്ന് ഞാൻ ഓർക്കുന്നില്ല. മന്ത്രിമാരോട് പോലും സാധാരണ മനുഷ്യർ പോട്ടെ, മന്ത്രിമാർ വിളിച്ചാൽ പോലും മര്യാദയോട് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ കാലയളവിൽ കാണുന്നുണ്ട് ശ്രീ ഭാസ്കർ. കേട്ടോ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. സന്ദീപ് വാര്യർ, ഇവിടെ കേൾക്കുന്ന ഈ പ്ലോട്ട് എന്താണ് എന്നത് ഫസ്റ്റ് ഡേ മുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആർക്കും കാര്യമായി പിടികിട്ടുന്നില്ല. ഇത് PV Anwar എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട് സർവശക്തന ദൈവം മാത്രമാണ് പിന്നിൽ എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും എന്തായാലും PV Anwar ഒറ്റയ്ക്ക് നയിക്കുന്ന പോരാട്ടമല്ല. അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കൂടെയുള്ളത് ആരാണ് എന്ന കാര്യമല്ല. അതിന് പിണറായി വിജയൻ തന്നെയാണോ, MV ഗോവിന്ദനാണോ, P ജയരാജനാണോ, EP ജയരാജനാണോ തുടങ്ങിയ പല ചർച്ചകൾ നടക്കുന്നു. ആ പ്ലോട്ട് എന്തുമായിക്കോട്ടെ. സന്ദീപ് വാര്യർ, ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് ശേഷം CPM തിരുത്തൽ നടപടികളിലേക്ക് പോകുന്നുണ്ട്. പ്രകാശ് ജാവദേക്കറെ കാണുന്നത് നിങ്ങൾക്ക് പ്രശ്നമാവില്ല, പക്ഷേ CPM എന്നത് പ്രശ്നമാണ്. EP ജയരാജന്റെ വഴി പുറത്തേക്കാണ്. ഈ ആരോപണങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ADGP MR അജിത് കുമാറിന് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. ഇനി പ്രതിപക്ഷത പറയുന്നത് പോലെ മുഖ്യമന്ത്രി എത്ര സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും ADGPക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല. ADGP പുറത്തേക്കാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ P ശശി പുറത്തേക്കാണ് എന്ന് പറഞ്ഞാൽ ഒരു തിരുത്തൽ പ്രക്രിയ മെക്കാനിസത്തിന് മുന്നിൽ PV Anwar നിൽക്കുന്നു എന്നതാണെങ്കിലോ സന്ദീപ്? ഹാഷ്മി, കേരളത്തിലൊരു ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള, രാജ്യത്തെ ചെറിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ടുള്ള CPM തിരുത്തിയാലെന്താ, തിരുത്തിയില്ലെങ്കിലെന്താ? ഇത് പ്രശ്നം അതല്ലല്ലോ. പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കേരളത്തിലെ ഒരു നിയമസഭാംഗം ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങളെ ഗ്രാവിറ്റിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഉന്നയിച്ച ആക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ ആഭ്യന്തര ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP കൊലപാതകത്തിൽ പങ്കുണ്ട്, സ്വർണ്ണക്കടത്തുകാരനാണ്. അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം മുഖ്യമന്ത്രി അടക്കം മാധ്യമപ്രവർത്തകരടക്കമുള്ളവരുടെ രാഷ്ട്രീയ എതിരാളികളുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അതീവ ഗുരുതരമായിട്ടുള്ള സ്വകാര്യതയെ ലംഘിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് മാത്രമല്ല, പത്രസമ്മേളനത്തിൽ അയാൾ പുറത്തേക്ക് വിട്ട ശബ്ദ സന്ദേശം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സംഭാഷണമാണ് പുറത്തുവിട്ടുള്ളത്. അപ്പൊ അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഭാഷണങ്ങൾ ചോർത്താൻ കെൽപ്പുള്ള ADGPയുടെ ഭാര്യ മറ്റാരുമായിട്ടോ സംസാരിക്കുന്ന ശബ്ദം തന്റെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുന്നത് കേരളത്തിലൊരു MLA ആണ്. അതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും സ്വകാര്യതയെക്കുറിച്ച്, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അൻവർ. അപ്പോൾ ആർക്കും ഇപ്പോൾ സ്വകാര്യതയെക്കുറിച്ച് പറയണ്ടേ? നേരത്തെ പെഗാസസ് ഒക്കെ വന്ന കാലത്ത് എന്തൊക്കെ ചർച്ചയായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി അടക്കം ഫോൺ ചോർത്തുന്നു എന്നാണ് ആക്ഷേപമുള്ളത്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. അപ്പൊ അതിനെ ലഘൂകരിച്ചുകൊണ്ട് വളരെ ചെറിയ ചർച്ചകളിലേക്ക് വഴിതിരിച്ചു വിടാനും അതല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് വഴിതിരിച്ചു വിടാനും ആസൂത്രിതമായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. കാരണം അങ്ങനെ തിരിച്ചുവിട്ടാൽ മാത്രമേ ഇപ്പോൾ CPM ചെന്നുപെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കുള്ളൂ. ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി കുറയ്ക്കണം. അതെന്ത് ചെയ്യണം? മറ്റ് വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യണം. അതിനാണ് ഇന്നും ഒരു പരിശ്രമം തുടങ്ങിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം കൊലപാതകം ഏറ്റവും ഗുരുതരമല്ലേ? സ്വർണ്ണക്കടത്ത് ഗുരുതരമല്ലേ? അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ ഇതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ളതല്ലേ? ആരുടെ ഫോൺ ചോർത്തി? മുഖ്യമന്ത്രിയുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും. ഇതിലും വലിയ 3 ആക്ഷേപങ്ങൾ എന്താണ് ഈ സർക്കാരിനെ കുറിച്ച് വരാനുള്ളത്? ഇത്രയും ആക്ഷേപം വന്നിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നു? അന്വേഷിക്കണമെങ്കിൽ ഹസ്കർ പറഞ്ഞതുപോലെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണോ? അങ്ങനെയല്ലല്ലോ. അന്വേഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്തെ ഒരു നിയമസഭാംഗം ഉത്തരവാദിത്തോടു കൂടി പത്രസമ്മേളനത്തിലാണ്, നിയമസഭയ്ക്കകത്ത് വായിൽ തോന്നിയത് പറയുകയല്ല, പ്രിവിലേജോടുകൂടി പറയുകയല്ല. ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അന്വേഷിക്കാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ആളുകളെ തന്നെ നിയോഗിച്ചിട്ടുള്ളത്? അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും കാർപ്പറ്റിനടിയിലേക്ക് മൂടണം എന്നുള്ളതാണ്. അതിന് ദയവ് ചെയ്ത് മാധ്യമങ്ങൾ കൂടി കൂട്ടു നിൽക്കരുത്. നിങ്ങൾ ഈ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകരുത്. ഇതിലെ പിട്ടി പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് വെറുതെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഗൗരവമായിട്ടുള്ള കേരളത്തെ പറയുന്ന ഗുരുതരമായ കാര്യങ്ങൾ മുഖവിലേക്കെടുക്കുകയാണെങ്കിൽ സന്ദീപ് വാര്യർ തൃശൂർ പൂരം അലമ്പാക്കാൻ MR അജിത് കുമാർ ഇടപെട്ടു എന്നതുകൂടി മുഖവിലേക്കെടുക്കണം. മറ്റു പല രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുപോവുകയാണ്. ഇല്ലല്ല, PV Anwar ഈ പറയുന്ന ഗുരുതരാരോപണങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രോത്സവങ്ങളിലൊന്നായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ തൃശൂർ പൂരം അലമ്പാക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി MR അജിത് കുമാർ ഇടപെട്ടു എന്നുകൂടി പറയുകയാണ് PV Anwar. അപ്പൊ അത് മുഖവിലേക്കെടുക്കണ്ടേ? അല്ല, അതും അന്വേഷിക്കട്ടെന്നേ. ആർക്കാ അന്വേഷിക്കാൻ? അന്വേഷിക്കട്ടെന്നേ. എന്തേ അന്വേഷിക്കാൻ ഇത്ര വിമുഖത? ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നമില്ലല്ലോ. അടിസ്ഥാനരഹിതമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും ഉള്ള എന്ത് വേണമെങ്കിൽ അന്വേഷിക്കട്ടെ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ആ ഗൂഢാലോചന നടത്തിയത് സുനിൽകുമാറിന്റെ ശത്രുക്കളായിരിക്കും. ആർക്കാ ചാർജ് ഉണ്ടായിരുന്നത് പൂരത്തിന്റെ?
ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി SP-യുമായിട്ടും കമ്മീഷണറുമായിട്ടും തൃശ്ശൂർ പൂരത്തിൽ വടക്കുന്നാഥന്റെ മൈതാനത്ത് നിന്നിട്ട് രസിച്ചുല്ലസിച്ച് സംസാരിച്ചു നിന്നിരുന്ന ആരാണ്? സുനിൽകുമാറും രാജനും ഒക്കെയല്ലേ, മന്ത്രി രാജനും ഒക്കെയല്ലേ? ഈ പ്രശ്നങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുമ്പോഴും തൃശ്ശൂർ ജില്ലയുടെ ചാർജുള്ള രാജനടക്കമുള്ള മന്ത്രിമാർ എന്തേ കാര്യക്ഷമമായി ഇടപെട്ടില്ല? ഇവരെവിടെ പോയി കിടക്കുകയായിരുന്നു? അപ്പൊ BJP നേതാക്കന്മാർ സുരേഷ് ഗോപി രാത്രി വയ്യാത്ത മനുഷ്യൻ ആംബുലൻസിൽ അവിടെ എത്തിയതാണ് ഇവർക്ക് പ്രധാനപ്പെട്ട പ്രശ്നം. BJP നേതാക്കന്മാർ എത്തിയതാണോ പ്രശ്നം? ഞങ്ങളും ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ രാഷ്ട്രീയ നിലപാട്. പക്ഷേ ഇത് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. ആ ഉദ്യോഗസ്ഥൻ സാക്ഷാൽ എം ആർ അജിത്കുമാർ തന്നെയാണ്, അത് പോട്ടെ. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ 1 മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും. ഷബിനൂർക്കും PV അൻവർ പറയുകയാണ്, ഞാൻ കൊടുത്ത തെളിവ് സൂചനകളാണ്, ബാക്കി തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം പറയുന്നില്ല. അത് അന്വേഷണത്തിൽ വരേണ്ടതാണ്, കണ്ടുപിടിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. അബിനൂർക്ക് നോക്കൂ, ഇവിടെ ആദ്യം മരമുറി സംഭവത്തെക്കുറിച്ച് പറയുന്നു, മരം മുറിച്ച് കടത്തി ഫർണിച്ചറാക്കിയ കാര്യം പറയുന്നു, ആ ക്യാമ്പ് ഓഫീസിലേക്ക് പോകുന്നു. ഇന്നിപ്പോൾ ഈ ക്യാമ്പ് ഓഫീസിനടുത്തുള്ള അയൽക്കാരി ആ സുയുദാസിൻ്റെ കാലത്താണ് മോഷണം എന്ന അയൽക്കാർ പറയുകയാണ്. ഒരു കൊലപാതകത്തെ പറ്റി പറയുന്നു അൻവർ. അതിനുശേഷം റിദാൻ ഫാസിൽ എന്ന് അയാളുടെ കുടുംബം സമാന ആരോപണം ഉന്നയിച്ച് സമാന സംശയങ്ങളുമായി രംഗത്ത് വരികയാണ്. മാമി തിരോധാനത്തെക്കുറിച്ച് പറയുന്നു. അയാളുടെ കുടുംബം ആ തിരോധാനത്തിൽ അവരുടെ കുടുംബത്തിന് സംശയമായ രംഗത്തേക്ക് വരുന്നു. CPI വയനാട് ജില്ലാ സെക്രട്ടറി മുണ്ടക്കയിലെ അജിത് കുമാർ ഇടപെടലിൻ്റെ കാര്യം പറയും. നോക്കൂ, അൻവർ എന്ന് പറയുന്ന ഒരാൾ വാർത്താ സമ്മേളനത്തിൽ തുടർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഈ സുജിത് ദാസ് കഞ്ചാവ് കേസിൽ കുടുക്കിയ ആളുകൾ ക്രൂരമായി മർദ്ദിച്ച കാര്യം പറഞ്ഞ ആളുകൾ വരുന്നു. അബിൻ വർക്ക്, ഈ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ വിമർശനം എന്നതിനപ്പുറം കോടതി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് അതിലേക്ക് യൂത്ത് കോൺഗ്രസ് പോലും ആലോചിക്കാത്തത് അബിൻ വർക്ക്? തീർച്ചയായിട്ടും ഈ ആരോപണങ്ങൾ വന്ന് ഇത് 2 ദിവസമേ ആയിട്ടുള്ളൂ. പിന്നെ ശ്രീ PV അൻവറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇതിനു മുമ്പും പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളൊക്കെ പലതും വെള്ളത്തിലെ വര പോലെയായി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ശ്രീ PV അൻവർ ഇതൊരു ദിവസം രാവിലെ എന്നാൽ ഞാൻ ഈ നാടിനെ അങ്ങ് നന്നാക്കി കളയാമെന്നും ഈ ഓണമൊക്കെ വരുന്നത് കാരണം മഹാബലിക്ക് ചെയ്യാനുള്ള ജോലിയുടെ കുറച്ച് ജോലി ഞാനങ്ങ് ചെയ്ത് ഇച്ചിരി അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതൊന്നും അല്ലല്ലോ. ഇത് വളരെ കൃത്യമായിട്ട് ഹാഷ്മി, ഈ പല അധോലോക കഥകളും പുറത്തു വരുന്നത് ഈ അധോലോക സംഘങ്ങൾ തമ്മിലുണ്ടാകുന്ന ചില ചേരിപ്പോരിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ശ്രീ PV അൻവറിന് ഈ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു ബോധോദയമുണ്ടായി. അദ്ദേഹം എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളതൊക്കെ രണ്ടാമത് ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ശ്രീ PV അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രീ മാമി എന്ന് പറയുന്ന ആളുടെ തിരോധാനത്തെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് ഈ CPM-ന്റെ വക്താക്കളുടെയും നേതാക്കന്മാരുടെയും തിരോധാനവും നമ്മൾ അന്വേഷിക്കണം. കാരണം ഇതിനൊന്നും മറുപടി പറയാനാവാതെ കുറെ ആളുകൾ തിരോധാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മറുപടി മോട്ടീവ് ഇനി പറഞ്ഞ പാർട്ടിക്കകത്തെ അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ പല ചേരികളുടെ ഭാഗമായോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഏതെങ്കിലും വിങ്ങിൻ്റെ വോയിസായോ എന്തുമായിക്കോട്ടെ, അതിൻ്റെ മോട്ടീവ് എന്തുമായിക്കോട്ടെ, അൻവർ പക്ഷേ പറയുന്നത് എന്താണ്? അൻവർ പറയുന്നത് ദാവൂദ് ഇബ്രാഹിം മോഡലിൽ പ്രവർത്തിക്കുന്ന ഒരു കൊടും കുറ്റവാളിയാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ് സംസ്ഥാന പോലീസിൽ 2ാമൻ ADGP എന്ന് പറയുന്ന ആൾ. അത് പറയുന്ന ഒഫീഷ്യൽ MLA ആണ്. ഔദ്യോഗികമായി നിയമസഭയിൽ ഇരിക്കേണ്ട നിയമനിർമ്മാണ സഭയിലെ ഒരു MLA പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ ഈ സുജിത് ദാസിൻ്റെ ആ ഒരൊറ്റ ഫോൺ റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ സുജിത് ദാസിന് പിന്നെ ആ കസേരയിലിരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് അടിയന്തരമായി പ്രതിപക്ഷം കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നില്ല? ഒരു നിയമവ്യവഹാരത്തിലേക്ക് പോകാനും മാത്രമുള്ള കാര്യങ്ങൾ അൻവർ ഇതിനോടകം പൊതുസമക്ഷം വെക്കുന്നുണ്ട്. അബിൻ, അതായത് അടിയന്തരമായി നിയമവ്യവഹാരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ അൻവർ തന്നെ കുറച്ചുകൂടി തെളിവുകൾ പുറത്തുവിടേണ്ടതുണ്ട്. ഇപ്പോൾ ശ്രീ അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ADGP അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത് ആ കസേരയിൽ നിന്ന് മാറ്റണോ വേണ്ടിയോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ എൻ്റെ കടമ പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീ അൻവർ ഏത് ഘട്ടം വരെ എവിടെയാണ് കീഴടങ്ങാൻ പോകുന്നത്, ഏത് ഘട്ടത്തിൽ ഇത് അവസാനിപ്പിക്കുമെന്നുള്ളതൊക്കെ സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ അൻവറിൻ്റെ കയ്യിൽ കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്തുവിടേണ്ടതാണ്. നമുക്കിത് ആധികാരികമായിട്ട് തോന്നുന്ന നിമിഷം ഏതാണ് ഹാഷ്മി? ആധികാരികമായിട്ട് തോന്നുന്ന നിമിഷം ഒന്ന്, ഇദ്ദേഹം സുജിത് ദാസുമായി നടത്തിയ ഫോൺ സംഭാഷണം. ആ ഫോൺ സംഭാഷണം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. സുജിത് ദാസ് ഇതേവരെ അത് നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഫോൺ സംഭാഷണം ആധികാരികമാണ്. അപ്പം അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളും ആധികാരികമാണ്. 2, അതിനകത്ത് ശ്രീ MR അജിത് കുമാറിനെ കുറിച്ചും P ശശിയെക്കുറിച്ചും ഈ ഭരണത്തെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ആധികാരികമാണ്.
ശ്രീ PV അൻവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, ആ പരാതി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പരാതി? ഇപ്പോൾ ആ പരാതി കാണാതെ PV അൻവറിന്റെ പേരിൽ ഞങ്ങൾ PV അൻവർ ഇങ്ങനെ പറഞ്ഞു, ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കാൻ പോയാൽ ആ ഹർജി ചിലപ്പോൾ നിയമപരമായി തള്ളിക്കിട്ടും ഹാഷ്മി. അപ്പോൾ ഇവർ പറയാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? നിങ്ങൾ കോടതി വ്യവഹാരത്തിലിട്ട് പോയി. അതാണ് നിയമപരമായ വ്യവഹാരത്തിലേക്ക് പോകണമെങ്കിൽ നികുതി അടയ്ക്കുന്ന ഈ രാജ്യത്തെ അടിസ്ഥാന പൗരന്റെ അവകാശം എന്താണ്? സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ആ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുന്ന ഒരാൾ ഒരു കൊടും കുറ്റവാളിയാണെന്ന് വഴി കൂടെ പോകുന്ന ഒരാൾ പറഞ്ഞിട്ടങ്ങ് പോവല്ല. ഈ നാട് തെരഞ്ഞെടുത്ത ഈ നിയമനിർമ്മാണ സഭയിലെ ഒരു MLA പറയുകയാണ്. അതൊരു വാലിഡ് പോയിന്റ് അല്ലേ കോടതിയിൽ ഉന്നയിക്കാൻ? അബിൻ അല്ല, ഞാൻ പറഞ്ഞത് ഹാഷ്മി തീർച്ചയായിട്ടും വാലിഡ് പോയിന്റ് ആണ്. ഈ PV അൻവർ അത് മാറ്റി പറയുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ഹാഷ്മിക്കോ അറിയാമോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വാലിഡ് പോയിന്റിൽ കുറെ അധികം തെളിവുകളുണ്ടല്ലോ. ആ തെളിവുകൾ ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൊടുക്കാതെ പുറത്തേട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോകാം, നിയമവ്യവഹാരത്തിന് ഞങ്ങൾ പോകാം. നിയമവ്യവഹാരത്തിലേക്ക് ഇത് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തെളിവുകൾ വേണം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാർഗമുണ്ട് ഹാഷ്മി. അതെന്താണെന്നറിയോ? ആ കാര്യം ഞാൻ ശ്രീ സന്ദീപ് വാര്യരോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം ഈ കേരളത്തിലെന്നുള്ളല്ല, ഇന്ത്യ രാജ്യത്തെ എന്തെങ്കിലും ഉണ്ടായാൽ മണത്തറിയുന്ന കുറെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ എവിടെ പോയി ഹാഷ്മി? 4 കൊല്ലമായി സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കുന്നു. ആ ഓഫീസുമായി ബന്ധപ്പെട്ട് വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്ന് ഒരു MLA തന്നെ വന്ന് പറയുന്നു. ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ പോയി ഹാഷ്മി? അവിടെയാണ് ഇവിടെ സംശയം ഉയരുന്നത്. ആ സംശയം എന്ന് പറഞ്ഞാൽ BJPയും CPMഉം തമ്മിലുണ്ടാക്കിയ അന്തർധാരയാണ് ഈ വിഷയത്തിൽ. മാസം എത്രയോ കഴിഞ്ഞു. എവിടെ BN അസ്കർ ഇവിടെ തൃശ്ശൂരിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലിൽ കാർ ഇട്ടിട്ട് ADGP അജിത് കുമാർ അവിടെ RSSന്റെ പരിപാടിക്ക് വന്ന ജനറൽ സെക്രട്ടറി ദത്താത്ര ഹോസാബലയെ കണ്ട് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP 1 മണിക്കൂറോളം ചർച്ച നടത്തി. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. മുഖ്യമന്ത്രി നിഷേധിച്ചാൽ തെളിവ് പുറത്തുവിടാൻ തയ്യാറാണ് എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നതിന് മുഖ്യമന്ത്രി മറുപടി കൊടുക്കണ്ടേ? അതും മിണ്ടാതിരുന്നാൽ തീർന്നു പോകുമെന്നാണ് ആരോപണം. അസ്കർ ഹാഷ്മി, പലപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മൗനം അവലംബിക്കാറുണ്ട്. ഒരുപക്ഷെ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാവുന്ന വിവാദങ്ങൾക്ക് അദ്ദേഹം നിശബ്ദത പാലിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ അതിനപ്പുറം ചെയ്യേണ്ടത്, ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇനി പ്രതിപക്ഷ നേതാവിന് മുന്നിലുള്ളത് ആ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. ഞാൻ കാണുന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നിഷ്ക്രിയനും ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ മുഖ്യമന്ത്രിക്ക് വരെ BJPയുടെ നിലപാടുകളിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോടാണ്. അതല്ല കെ സുരേന്ദ്രൻ കാര്യം മിണ്ടുന്നേ ഇല്ല. കെ സുരേന്ദ്രൻ അതിലേക്ക് ചാടി വീണ് RSSന്റെ പരിപാടി വന്നില്ല എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ എന്തിനാണ് പക്ഷപ്പെടുന്നത് മനസ്സിലാവുന്നില്ല. അതിന് മറുപടി അതിന് സുരേന്ദ്രൻ നിൽക്കട്ടെ. അതിൽ CPM മറുപടി പറയേണ്ടതുണ്ടോ? ആരാണ് RSSകാരൻ? യഥാർത്ഥ RSSകാരൻ ആരാണ്? മുഖ്യമന്ത്രിയാണോ അതോ കെ സുരേന്ദ്രനാണ്? ദത്താത്രേയ ഹൊസബല്ലയുടെ യാത്രാ വിവരങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ അറിയാവുന്നത് BJPക്കും RSS നേതൃത്വത്തിനുമാണ്. അപ്പൊ അത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം RSSനും BJP നേതൃത്വത്തിനുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പൊ വി.ഡി. സതീഷിന്റെ പക്കൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടുകയല്ലേ വേണ്ടത്? കെ സുരേന്ദ്രനെതിരെ അല്ല പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള ADGP 1 മണിക്കൂർ പോയി ചർച്ച നടത്തിയ കാര്യം പറയുകയാണ് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം. അങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട് എങ്കിൽ ആ ആരോപണം ആർക്കു നേരെയാണെങ്കിലും ഇവിടെ പ്രതിപക്ഷ നേതാവിന് ഉന്നയിച്ച ആരോപണത്തിന് മറുപടി കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താ? കെ സുരേന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന് BJP നേതാക്കന്മാരോ സംസ്ഥാനത്ത് വന്നാൽ അതിന്റെ ചുമതലയും വിവരങ്ങളും അറിയുന്ന ആളെന്ന നിലയിൽ മുഖ്യമന്ത്രി അറിയുന്നതിന് മുമ്പേ ആ വിവരങ്ങളും അത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആയിക്കോട്ടെ. സംഘടനാ ചുമതലക്കാരനാണ്. BJPയുടെ ജനറൽ സെക്രട്ടറി ഭാഗത്ത് പോയിട്ട് കാലം കുറയായി. പോട്ടെ നമ്മൾ സമയം കഴിയുകയാണ് കേട്ടോ. വിവരങ്ങൾ
ആ വിവരങ്ങൾ കൃത്യമായി BJPക്കാണ് അറിയാവുന്നത്. ആ ശരി. BJP ആ വിവരങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞു. അല്ല, പക്ഷേ കെ. ഇവിടെ സുരേന്ദ്രൻ പറഞ്ഞതുകൊണ്ട് ഒരു ഭരണപക്ഷ MLA ഉയർത്തിവിട്ട ആരോപണത്തിന്റെ പിന്നിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണെന്നേ. അതിന്റെ പിന്നാലെ അലയുകയാണ്. മറിച്ച് അവർക്ക് ഇത്രയും കാലം പ്രതിപക്ഷം എവിടെയായിരുന്നു? ഇത്തരം വിവരങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരിക ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നല്ലോ. പ്രതിപക്ഷം എവിടെയായിരുന്നു ഇത്രയും കാലം? പ്രതിപക്ഷത്തിന് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞു? ശരി 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 പക്ഷെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരി. അപ്പൊ എന്തായാലും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അതിഗുരുതര ആരോപണമാണ്. ഈ പറയുന്ന RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസാബലയുമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ADGP 1 മണിക്കൂർ ചർച്ച നടത്തിയെന്നത് സമയവും കാലവും അടക്കം അത് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിലും CPM ഒരു വരി മറുപടിയെങ്കിലും അതിന് പറയാൻ CPM ബാധ്യസ്ഥമാണ്. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.